ഓം ശ്രീനാരായണ പരമഗുരവേന്നും. മഹാനായ ടി കെ മാധവൻ്റെ 96ാമത് സ്മൃതിദിന സമ്മേളനം നടക്കുന്ന ഈ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറെ ബഹുമാനായ പഠന കേന്ദ്രത്തിൻ്റെ ഉപാധ്യക്ഷൻ ശ്രീ സജീഷ് സാർ അവറുകൾ, ഏറെ ബഹുമാനപ്പെട്ട വനിതാ സംഘത്തിൻ്റെ യൂണിയൻ സെക്രട്ടറി ശ്രീമതി സുഷമ മാഡം അവറുകൾ, പ്രിയപ്പെട്ട രാജേന്ദ്ര ബാബു സാർ അവറുകൾ, പ്രിയപ്പെട്ട പഠന കേന്ദ്രത്തിൻ്റെ കൺവീനർ രഞ്ജിത്ത് മറിയപ്പള്ളി, പ്രിയപ്പെട്ട ബിനു, ജോയിൻറ്റ് കൺവീനർ ശ്രീജേഷ്, ഏറെ സ്നേഹബഹുമാനായിട്ടുള്ള പഠന കേന്ദ്രത്തിൻ്റെ ചെയർമാനും നമ്മുടെ എല്ലാം ഗുരുനാഥനുമായിട്ടുള്ള പ്രസാദ് കുമാർ സാർ, പ്രിയപ്പെട്ട ആത്മാ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സജീഷ് ഏട്ടൻ, മാധവീയം അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് മാധവീയ ചടങ്ങിന് മാധവൻ്റെ മഹാനായ ടി കെ മാധവൻ്റെ ആ ജീവചരിത്രം 45 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആ ജീവചരിത്രം, ഏറ്റവും ഹ്രസ്വമായ ആ ജീവചരിത്ര കാലഘട്ടത്തിൽ അരങ്ങേറിയ ഏറ്റവും സുദീർഘമായ പരിപാടികളെ കേവലം 10-15 മിനിറ്റ് കൊണ്ട് അനുസ്മരണം നടത്തിയൊരു പേമാരി പോലെ ഇവിടെ പെയ്തിറങ്ങിയിരിക്കുകയാണ് അല്ലേ. വളരെ വളരെ ലഘുവായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ആ അനുസ്മരണ സമ്മേളനത്തിൽ ആ അനുസ്മരണ പ്രഭാഷണത്തിൽ എന്താണ് പറയുക, ഗീതയിൽ ഉള്ളതെല്ലാമാണ് ലോകത്തിലുള്ളത്, ഗീതയിൽ ഇല്ലാത്തതൊന്നും ലോകത്തിലില്ല എന്ന് പറയുന്ന പോലെ ഇനി എന്ത് അനുസ്മരണമാണ് ഞാനിവിടെ നടത്തേണ്ടത് എന്ന് ആശങ്കിച്ചു പോവുകയാണ്. കാരണം അത്രയും തീക്ഷ്ണമായ ആവേശോജ്വലമായ ഒരു അനുസ്മരണ പ്രഭാഷണമാണ് ഏറ്റവും ലഘുവായ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറെ ബഹുമാനായിട്ടുള്ള സജീഷ് സാറിനോടുള്ള ഞങ്ങളുടെയൊക്കെ ഏറെ സ്നേഹവും ആദരവും ഗുരുവായി സ്വീകരിച്ചുകൊണ്ട്, ഒരുപക്ഷെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ എല്ലാം സതീർത്ഥ്യരായിട്ടുള്ള ഒരു പ്രായമായിരിക്കും സജീഷ് സാറിന് ഉണ്ടായിരിക്കുക, 50 വയസ്സിൽ താഴെയുള്ള പ്രായമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരു ഗുരുവായി കണ്ടുകൊണ്ടാണ് സജീഷ് ചേട്ടൻ്റെ ഓരോ വാക്കുകളും നമ്മൾ ഓരോ നിമിഷവും ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പേമാരിയുടെ ആ താഴെ ഒരു ചാറ്റൽ മഴയായി പെയ്തിറങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും മഹാനായ ടി കെ മാധവൻ കടന്നു വരുന്ന കാലം കേരളം കേട്ടുകൊണ്ടിരുന്നത് എല്ലാ രാജ്യക്കാർക്കും സ്വന്തം രാജ്യം സ്വർഗത്തിന് തുല്യം, നമുക്കോ അത് നരകത്തിന് സമാനം. ഈ നാട്ടിൽ പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാവുന്ന വഴികളിൽ പോലും നമുക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ധർമ്മസന്തതികളെ നിങ്ങൾ ഉണരുവിൻ, നിങ്ങളിൽ വിശ്വം ജയിക്കാനുള്ള മംഗള മഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു. ഉണർന്ന് സജ്ജരായി മുന്നോട്ട് പായുവിൻ, തകർന്ന് തരിപ്പണമാവട്ടെ തടസ്സങ്ങൾ. ഒരു 20-25 വയസ്സുകാരനെ SNDP യോഗം എന്ന പ്രസ്ഥാനത്തിന്റെ അമരത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കേരളത്തിൽ ആകമാനം മുഴുങ്ങിക്കെട്ടുകൊണ്ടിരുന്ന ഒരു പ്രസംഗ ശബ്ദശകലമാണ്: ധർമ്മസന്തതികളെ നിങ്ങൾ ഉണരുവിൻ, നിങ്ങളിൽ വിശ്വം ജയിക്കാനുള്ള മംഗള മഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു. ഉണർന്ന് സജ്ജരായി മുന്നോട്ട് പായുവിൻ, തകർന്ന് തരിപ്പണമാവട്ടെ തടസ്സങ്ങൾ. സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണ്. സഹോദരൻ അയ്യപ്പന്റെ ഈ വാക്കുകൾ നിർത്തിയെടുത്ത് നിന്നാണ് മഹാനായ ടി കെ മാധവൻ, സജീഷ് സാർ ഇവിടെ പറഞ്ഞതുപോലെ, നമുക്ക് തണലേകിയ, നമുക്ക് ജീവിതം നൽകിയ, SNDP സംഘടനാ പ്രസ്ഥാനത്തിന്റെ സുസജ്ജമായ സംഘടനാ സംവിധാനങ്ങൾ ഒരുക്കിയ മഹാനായ ടി കെ മാധവൻ നമ്മളോട് പറയുന്നത് സഹിക്കാനും ത്യജിക്കാനുമുള്ള സന്നദ്ധത വേണ്ടത് തന്നെയാണ് എന്ന് വെച്ച് നനഞ്ഞു കുതിരുകയോ വിശന്നു പൊരിയുകയോ ചെയ്യേണ്ടതില്ല. നമുക്ക് മുമ്പിൽ ഒരു തടസ്സമുണ്ടായാൽ അത് മറികടക്കുക തന്നെ വേണം. നമ്മുടെ സ്പർശനം അശുദ്ധിയായി കരുതുന്നവരെ അത്തരത്തിലുള്ള ശുദ്ധിയിൽ തുടരാൻ അനുവദിക്കേണ്ടതില്ല. ഭോജനശാലകളിൽ നമുക്കും ഭക്ഷണം കഴിക്കുവാൻ അവസരമുണ്ടാവണം. അതുകൊണ്ട് തൊഴിക്കും തോറും തൊഴുകയും തൊഴും തോറും തൊഴികൊള്ളുകയും ചെയ്യുന്ന പരിപാടി നമ്മൾ നിർത്തുകയാണ്. SNDP യോഗം ഇതാ നമുക്ക് പ്രവേശനമില്ലാത്ത വഴികളിലൂടെയുള്ള സഞ്ചാരത്തിനായി ഇനി നികുതികൾ ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടതില്ല. 20-25 പ്രായത്തിൽ മഹാനായ ടി കെ മാധവൻ ഒരുപക്ഷെ തീഷ്ണ യൗവനഭാവത്തിൽ
വീര ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദുമൊക്കെ ഭാരതത്തോട് ആഹ്വാനം ചെയ്യുന്നത് പോലെയാണ്. പക്ഷേ മഹാനായ ടി.കെ. മാധവൻ തൻ്റെ തീഷ്ണ യൗവനത്തിലായിരുന്നില്ല ഇത്തരത്തിലുള്ള സമരപരിപാടികൾ ആരംഭിച്ചത് പോലും. അവിടെയാണ് തൻ്റെ 45 വർഷത്തെ ജീവിതകാലം കേവലം 7-ാം വയസ്സിൽ ആരംഭിച്ചിട്ടുള്ള സഹന സമര പരിപാടികളുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധ്യമുള്ള ചോദ്യം ചെയ്യുന്ന ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള സമര തീഷ്ണതയുടെ ശബ്ദശകലങ്ങൾ മാധവൻ പുറപ്പെടുവിക്കുവാൻ തുടങ്ങിയത്. തൻ്റെ ആശാൻ വടിയെടുത്ത് എറിഞ്ഞ് നമ്മളെ ശിക്ഷിച്ചു കൊണ്ടിരുന്ന പഠന കാലങ്ങളിൽ ആശാനെ, എൻ്റെ അച്ഛൻ പണം മുടക്കി മേടിച്ചു തന്ന ഓല ആശാനിങ് തിരിച്ചു തന്നേര്, തൊട്ടുകൂടലിന്റെ പേരിൽ, തീണ്ടായ്മയുടെ പേരിൽ ആശാന് വടിയെടുത്ത് എന്നെ ശിക്ഷിക്കുവാനായിട്ട്, അടിച്ച് ശിക്ഷിക്കുവാനായിട്ട് ആശാന് ആ ഒരു സങ്കോചമായ മാനസികാവസ്ഥയാണ് ഉള്ളതെങ്കിൽ ആ വടി എറിഞ്ഞ് അടിക്കുന്ന അവസ്ഥയാണ്, ഈ ശിക്ഷിക്കുന്ന അവസ്ഥയാണ് ആശാൻ തുടരുന്നതെങ്കിൽ ആശാനെ, ആശാന്റെ കീഴിൽ ഇനി പഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ടി.കെ. മാധവൻ പറയുമ്പോൾ 1885 സെപ്റ്റംബർ മാസം 2-ാം തീയതി ജനിച്ച ടി.കെ. മാധവൻ പറയുമ്പോൾ കേവലം 7 വയസ്സ് മാത്രമായിരുന്നു ടി.കെ. മാധവന് പ്രായമുണ്ടായിരുന്നത്. ആ ടി.കെ. മാധവനാണ് സജീവ് സാർ സൂചിപ്പിച്ചതുപോലെ തൻ്റെ അമ്മാവന്റെ ആശീർവാദത്തോടു കൂടി പ്രജാസഭയിൽ കേവലം 17 വയസ്സുള്ളപ്പോൾ ഈഴവാസ് ഡിസബിലിറ്റീസ് ഇൻ ഗവൺമെന്റ് സർവീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള തീവ്രമായ ഇംഗ്ലീഷ് പ്രസംഗം കാഴ്ചവെക്കുന്നത്. ഇവിടെ പറഞ്ഞു, മുറുക്കാൻ ചെല്ലം പിടിച്ചുകൊണ്ട് നീ എന്ത് പറയാനാണ് വന്നിരുന്നത് എന്ന് ചോദിക്കുന്ന അവിടുത്തെ ആ സവർണ മേലധികാരികൾക്ക് മുമ്പിൽ ചോദ്യശരങ്ങൾ ഒന്നൊന്നായി ഇംഗ്ലീഷിൽ തൊടുത്തു വിട്ടുകൊണ്ട്, തൊടുക്കുമ്പോൾ ഒന്ന് കൊള്ളുമ്പോൾ 1000 എന്ന് പറയുന്നത് പോലെ ചോദ്യശകലങ്ങൾ തൊടുത്തു വിട്ടുകൊണ്ട് ടി.കെ. മാധവൻ, മഹാനായ ടി.കെ. മാധവൻ തന്റെ ജീവിതയാത്ര തുടങ്ങുമ്പോൾ തുടർന്ന് നടന്ന നിരവധിയായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിൽ മഹത്തായ SNDP യോഗത്തിന്റെ ഏറ്റവും സുസജ്ജമായ പരിപാടികളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ക്ഷേത്രപ്രവേശനത്തോടനുബന്ധിച്ചുള്ള വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് ടി.കെ. മാധവന് പൂർണ്ണമായ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് കടന്നു കയറുവാനായിട്ടുള്ള ആ സ്വാതന്ത്ര്യവും ആ ഒരു സാഹചര്യവും ഉണ്ടാകുന്നത്. 4 തവണയാണ് ടി.കെ. മാധവൻ മഹാത്മജിയെ കാണുന്നത്. തന്റെ ഗുരുവിനെ വൈക്കത്ത് കൂടി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചു എന്നറിഞ്ഞ ടി.കെ. മാധവൻ തിരുനെൽവേലിയിൽ ചെന്ന് ഗുരുവിനോട് സംസാരിക്കുമ്പോൾ, തിരുനെൽവേലിയിൽ ചെന്ന് ഗാന്ധിജിയോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തിരുനെൽവേലിയിൽ ചെന്ന ടി.കെ. മാധവന് ഗാന്ധിജിയെ കാണുവാനായിട്ടുള്ള അവസരം ആദ്യം ലഭിച്ചിരുന്നില്ല. ഗാന്ധിജിയെ കാണുന്നതിന് വേണ്ടി മഹാനായ ടി.കെ. മാധവൻ തന്റെ കൂർമ്മ ബുദ്ധി ഉപയോഗിച്ച് അന്ന് അവിടുത്തെ തിരുനെൽവേലിയിലെ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഒരു ടെലഗ്രാം മഹാത്മജിക്ക് അയക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം മഹാത്മജിയെ കാണുന്നതിനുള്ള ആഗ്രഹം അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും ഇത്രയധികം വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള, ഇത്രയധികം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് കാണുവാനായിട്ടുള്ള സമയം അനുവദിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെലഗ്രാം തിരുനെൽവേലിയില് ചെന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്നും ടി.കെ. മാധവൻ അയക്കുകയാണ്. ഭാഗ്യവശാൽ ആ ടെലഗ്രാം ലഭിക്കുന്നത് ഗാന്ധിജിയുടെ കയ്യിൽ തന്നെയാണ്. ഗാന്ധിജിയെ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത്രയധികം തിരക്കുകളും അത്രയധികം ജനസാന്ദ്ര സഹസ്രങ്ങളുടെ നടുവിലുമാണ് ഗാന്ധിജി. നമ്മൾ ഇന്നിപ്പോ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ, ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് പോകുന്നത്. ആ പോയ സാഹചര്യവും അതിനുണ്ടായ പണത്തിന്റെ സാഹചര്യവും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അവിടെ ചെന്നിട്ട് ഗാന്ധിജിയെ കാണുന്നതിനുള്ള അവസരം ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസിലെ ടെലഗ്രാം വഴി അയച്ച് സൃഷ്ടിച്ചെടുക്കുകയാണ് ടി.കെ. മാധവൻ ചെയ്യുന്നത്. ആ ടെലഗ്രാം കണ്ട ഗാന്ധിജി തിരിച്ചറിഞ്ഞു, ഇതാ കേരളത്തിൽ നിന്നും ഇത്രയധികം ദൂരം താണ്ടി ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ അതിന് കാര്യമാത്രം പ്രസക്തമായി എന്തോ കാര്യങ്ങളുണ്ട്. അന്ന് ടി.കെ. മാധവൻ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനായിട്ടില്ലായിരുന്നു. സാധാരണക്കാരനായിട്ടുള്ള SNDP യോഗത്തിന്റെ ഒരു നേതാവായിട്ട് മാത്രമാണ് അന്നിവിടെ കോൺഗ്രസ് ബന്ധം ഉപയോഗിച്ചാണ് ടി.കെ. മാധവൻ അവിടെ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ടി.കെ. മാധവന് അവസരം കൊടുക്കുന്നത്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ 7:30 സമയത്താണ് ആ ഒരു അവസരം, ഗാന്ധിജിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കുന്നത്. ആ സമയത്ത് ഗാന്ധിജിയോട് ഒന്നൊന്നായി ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോ
ആവശ്യങ്ങൾ ഒന്നൊന്നായി കാര്യങ്ങൾ പറഞ്ഞ ഒരു അഭിഭാഷകനെ പോലെ മികച്ച രീതിയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെ കാര്യങ്ങൾ ഒന്നൊന്നായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോ ഗാന്ധിജി ടി.കെ. മാധവനോട് മറുപടി പറഞ്ഞത്, നിങ്ങൾക്ക് ക്ഷേത്രപ്രവേശനത്തിന് സമയമായിട്ടില്ല, പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സമീപത്തുള്ള പഞ്ചായത്ത് കിണറുകളിലെ പൊതുകിണറുകളിലെ വെള്ളം ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് അവസരം തരുന്നതിനുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഇവിടെ സജീഷ് സാറ് സൂചിപ്പിച്ചതുപോലെ നെറ്റിയിൽ ചന്ദനപ്പൊട്ടുമായി വർണ്ണശബളമായ വേഷഭൂഷാദികളോടുകൂടി നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ 1924 മാർച്ച് മാസം 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തിരുനെൽവേലിയിൽ ചെന്ന് 1921 ഇന്നേക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ 103 വർഷങ്ങൾ 104 വർഷങ്ങൾക്ക് പിന്നെ നമുക്ക് പഞ്ചായത്തിലെ പൊതുകിണറിൽ നിന്നും വെള്ളം ഉപയോഗിക്കുവാനുള്ള അനുവാദം പോലും ഇവിടെ നിഷേധിച്ചിരുന്നു എന്നുള്ള ചരിത്രപരമായ സത്യം. അതാണ് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾക്ക് ആ വെള്ളം ഉപയോഗിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. ടി.കെ. മാധവൻ ഒരു പോരാളിയെ പോലെ, ഒരു അഭിഭാഷകന്റെ കൃത്യമായിട്ടുള്ള പദപ്രയോഗങ്ങളിലൂടെ, തന്റെ അനർഘനിർഗളമായ ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളിലൂടെ ടി.കെ. മാധവൻ ഗാന്ധിജിയെ കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ്. മഹാത്മാവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയധികം ഡോക്ടർമാരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയധികം പുരോഹിതന്മാരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയധികം അധ്യാപകരുണ്ട്, വൈദ്യന്മാരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയധികം നൂറുകണക്കിന് വക്കീൽ പരീക്ഷകൾ പാസ്സായ ആളുകളുണ്ട്, ഞങ്ങളുടെ സംഘടനയുടെ നേതാവായിട്ടുള്ള ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി വക്കീൽ പരീക്ഷ പാസ്സായി ഇതാ ജഡ്ജ് ഉദ്യോഗത്തിന്റെ നിയമനത്തിനായി കാത്തു നിൽക്കുന്നയാളാണ്. അപ്പോഴാണ് മഹാത്മാവിന് തിരിച്ചറിവുണ്ടാവുന്നത്. അതുപോലെ തന്നെ മഹാത്മാവിനോട് പറയുകയാണ്, മഹാത്മാവേ, അങ്ങ് ഖാദി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് അങ്ങ് കൊച്ചി കേരളത്തിൽ ഈ ദക്ഷിണ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് തിരുവനന്തപുരത്ത് വർക്കലയിൽ ഞങ്ങളുടെ ഗുരു ഖാദി പ്രസ്ഥാനം ആരംഭിച്ചു, കൈത്തറി പ്രസ്ഥാനം ആരംഭിച്ചു, നെയ്ത്തുശാലകൾ ആരംഭിച്ചു. മഹാത്മാവേ, അങ്ങയുടെ അഹിംസയ്ക്ക് മുമ്പേ ഇതാ അഹിംസ വ്രതമായി സ്വീകരിച്ച ഒരു ഗുരുനാഥൻ ഞങ്ങൾക്കുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ. മഹാത്മജിയെ ശ്രീനാരായണ ഗുരുദേവൻ 1921 ടി.കെ. മാധവനാണ് ഒരു പൂർണ്ണ ചിത്രം വരച്ചു കൊടുക്കുന്നത്. അവിടെയും അന്ന് മഹാത്മജി ഈ ക്ഷേത്രപ്രവേശനത്തിനോ ഐത്തോച്ചാടനത്തിനോ പൂർണ്ണമായ അനുമതി കൊടുക്കുന്നില്ല. തുടർന്ന് തൊട്ടടുത്ത വർഷം 1922 കാലഘട്ടങ്ങളിൽ കാക്കിനടയിൽ വെച്ച് നടക്കുന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വീണ്ടും ടി.കെ. മാധവൻ പോവുകയാണ്. ആലോചിച്ച് നോക്കണം. വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിസ്സാരമായി ഇന്ന് വൈക്കത്തമ്പലത്തിലും മറ്റു ക്ഷേത്രങ്ങളിലുമൊക്കെ പോകുമ്പോൾ ഭക്തി നിർഭരമായിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കാളികളാകുമ്പോൾ ഈ ആഘോഷങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതിന് വേണ്ടി ടി.കെ. മാധവൻ സഹിച്ചിട്ടുള്ള സമരങ്ങളുടെ ഓർമ്മകൾ പുതുക്കിയപ്പ് കൊണ്ടാണ് ആ ബുദ്ധിമുട്ടിയ ശാരീരിക അവസ്ഥയിലും പ്രിയപ്പെട്ട സജീഷ് ചേട്ടൻ, ബഹുമാന്യായ സജീഷ് ചേട്ടൻ ഇവിടെ നിന്ന് വിങ്ങിപ്പൊട്ടി കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരിയായി ഒഴുക്കിക്കൊണ്ട് നിങ്ങളോട് ടി.കെ. മാധവനെ കുറിച്ച് സംസാരിച്ചത്. അത്രയും ഹൃദയത്തിലേറിയത് കൊണ്ടാണ്, അത്രയും ഹൃദയ സ്പന്ദനത്തിലേക്ക് ആ ടി.കെ. മാധവൻ എന്ന് പറയുന്ന ആ മഹാരഥന്റെ വീര്യം ആ ചോരയിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ടാണ്. ഇത് ചരിത്ര പുരുഷന്മാരിൽ നിന്നും ചരിത്ര പുരുഷന്മാരിലേക്ക് മാറപ്പെടുന്ന വസ്തുതകളാണ്. നാളെ നമ്മൾ ടി.കെ. മാധവനെ സ്മരിക്കപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സജീഷ് ചേട്ടനെ നാളുകളിൽ സ്മരിക്കപ്പെടാം. കാരണം ഇതൊരു ആവാഹന കൈമാറ്റ തലമുറയായി കൈമാറി പോകുന്ന പോലെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കാക്കിനടയിലും പോയി ടി.കെ. മാധവൻ മഹാത്മജിയോട് ഐത്തോച്ചാടനത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം തിരുനെൽവേലിയിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം 1924 ബെൽഗാമിൽ വെച്ച് നടന്ന നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജി അനുമതി കൊടുക്കുന്നത്. അത്രയും 4 വർഷക്കാലം ഈ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വഴികളിലേക്ക് നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര ദർശനത്തിന് അവസരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ പ്രബന്ധങ്ങളും അനുമതിക്കായിട്ടുള്ള പോരാട്ട വീര്യം ഉണർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഗാന്ധിജിയോട് അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്തിയാണ് 4ാമത് വർഷം തുടർച്ചയായ 4 വർഷം കണ്ടതിന് ശേഷം ബെൽഗാമിൽ നിന്ന് അനുമതി മേടിച്ചുകൊണ്ട് 1924 മാർച്ച് മാസം 30 603 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം ആരംഭിക്കുന്നത്. 2ാമത്തെ ദിവസത്തോടു കൂടി ടി.കെ. മാധവൻ വൈക്കം സത്യാഗ്രഹത്തിൽ അറസ്റ്റ് വരികയാണ്. തുടർന്ന് 4-5 മാസക്കാലം ടി.കെ. മാധവൻ ജയിൽവാസം അനുഭവിക്കുകയാണ്.
തുടർന്ന് നടന്ന സവർണജാതിയും മറ്റു കാര്യങ്ങളും വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചത് ടി.കെ. മാധവനാണ്. അതാണ് മാധവീയം എന്ന് പറഞ്ഞ് നമ്മൾ ഏറെ കൂടുതൽ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ കൃത്യബോധ്യത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന ടി.കെ. മാധവന് മറ്റൊരു ഉത്തരവാദിത്തത്തിലേക്ക് SNDP യോഗം പിന്നീട് കടത്തിവിടുന്നുണ്ട് 1926 കാലഘട്ടമായപ്പോ. കാരണം ടി.കെ. മാധവൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആദ്യം തന്റെ ചെറുപ്പകാലത്ത് പ്രജാസഭയിൽ പോയി ഈഴവാസ് ഡിസബിലിറ്റീസ് ഇൻ ഗവൺമെന്റ് സർവീസ് എന്ന് പറയുന്ന ഒരു പ്രബന്ധം അവതരിപ്പിച്ചതായിട്ട് ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായി. ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. SNDP യോഗം ടി.കെ. മാധവനെ ഒരു ഉത്തരവാദിത്തത്തിന് നിയോഗിക്കുകയാണ്. ഇവിടെയുള്ള ഈഴവരിൽ എത്ര ആളുകൾ, എത്ര ശതമാനം ആളുകൾ ഇവിടെ ഗവൺമെന്റ് സർവീസിൽ ജോലിക്കാരായിട്ടുണ്ട്, അതിന്റെ ഒരു കണക്കെടുക്കണം. ഔദ്യോഗികമായി SNDP യോഗം ടി.കെ. മാധവനെ ഏൽപ്പിക്കുന്ന ഫസ്റ്റ് ചുമതല എന്ന് പറയുന്നത് ആ കാര്യമായിരുന്നു. തിരുവിതാംകൂർ നിയമസഭയുടെ അടുത്ത് പോയി തിരുവിതാംകൂർ ഗവൺമെന്റ് സർവീസിൽ എത്ര ഈഴവർ ഗവൺമെന്റ് സർവീസിൽ ജോലിക്കാരുണ്ട്. 1917-18 കാലങ്ങളിൽ 2 വർഷക്കാലത്തോളം പ്രജാസഭാ മെമ്പറായിട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ ടി.കെ. മാധവൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തന്റെ സ്വതസിദ്ധമായിട്ടുള്ള കഴിവിന്റെ ആ പ്രഭാഷണ വൈദഗ്ധ്യത്താൽ തന്നെ ഏറെ പ്രശംസനീയമായ രീതിയിൽ ടി.കെ. മാധവൻ അവിടെ പ്രസംഗിച്ച് അവിടെ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടി.കെ. മാധവന്റെ ഈ ഉത്തരവാദിത്തപൂർവ്വമുള്ള ഈ കർത്തവ്യ നിർവഹണം ഏറെ ശ്രദ്ധയോടുകൂടിയും ആവേശത്തോടു കൂടിയുമാണ് SNDP യോഗം തിരിച്ചു പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത്, ഇതിന്റെ കണക്കെടുക്കുന്നത് സംബന്ധിച്ച്. അങ്ങനെ ടി.കെ. മാധവൻ രാജ്യസഭയിൽ ചെന്നപ്പോ ഭരണാധികാരികളെ കണ്ടപ്പോൾ ഭരണാധികാരികൾ ടി.കെ. മാധവനെ ഒരു പരിഹാസ രൂപേണ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമാണ് ടി.കെ. മാധവന്റെ ജീവിതത്തിൽ SNDP യോഗം എന്ന് പറയുന്ന സുസജ്ജമായ സംഘടനയെ ഇത്രയും ശക്തിയുക്തമാക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രചോദനമായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾ എത്ര ആളുകൾ ഈ തിരുവിതാംകൂർ രാജ്യത്തുണ്ട്, ഈ തിരുവിതാംകൂർ രാജ്യത്ത് ഈഴവരായിട്ട് നിങ്ങൾ എത്ര ആളുകളുണ്ട്? ടി.കെ. മാധവൻ മറുപടിയായിട്ട് പറഞ്ഞു, ഞങ്ങൾ 26 ലക്ഷത്തിലധികം ആളുകൾ തിരുവിതാംകൂർ രാജ്യത്ത് ഈഴവ ജനവിഭാഗമുണ്ട്. നിങ്ങളുടെ ഈഴവ ജനവിഭാഗങ്ങളുടെ സംഘടനയിൽ എത്ര ആളുകളുണ്ട്? ടി.കെ. മാധവൻ ഒന്ന് പതറിയിട്ട് ആ ഭരണാധികാരിയോട് പറയുകയാണ്, ഞങ്ങളുടെ സംഘടനയിൽ 4000-ൽ താഴെ അംഗങ്ങളേ ഉള്ളൂ. അപ്പോ ആ ഭരണാധികാരി ഒന്ന് പരിഹസിച്ചു, മിസ്റ്റർ ടി.കെ. മാധവൻ 26 ലക്ഷം ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സംഘടനയിൽ 4000-ൽ താഴെ ആളുകൾ മാത്രമാണുള്ളത്. നിങ്ങൾക്ക് ഞാൻ എന്തിന് 26 ലക്ഷം ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ എന്തിന് പങ്കുവെക്കണമെന്ന് പറഞ്ഞപ്പോ ആ സങ്കടവും പേറിക്കൊണ്ടാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്തേക്ക് ടി.കെ. മാധവൻ പോകുന്നത്. അവിടെ വെച്ചാണ് ആ ശിവഗിരിയില് പിന്നീട് കൂടുന്ന മഹായോഗത്തിൽ വെച്ചാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സജീഷ് സാർ ഇവിടെ സൂചിപ്പിച്ച സംഘടനാ സന്ദേശം ടി.കെ. മാധവന് നൽകുന്നത്. ജാതിമത ഭേദമന്യേ ഈ സംഘടനയിൽ ധാരാളമായി ആളുകളെ ചേർക്കാവുന്നതാണെന്നും നാം അതിനു വേണ്ടിയാണ് 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംഘടന ഉണ്ടാക്കിയത് എന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ ധാരാളമായിട്ട് അംഗങ്ങൾ ചേരട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് സംഘടന സന്ദേശം കൊടുത്തുകൊണ്ട് സംഘടന സന്ദേശത്തോടൊപ്പം തന്നെ ഇതിന്റെ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഗുരുവിന്റെ ചിത്രം വെച്ചുകൊണ്ട് ടി.കെ. മാധവൻ തയ്യാറാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ടി.കെ. മാധവനായി നൽകിക്കൊണ്ട് അതിന്റെ ആ പ്രസ്തുത കർമ്മത്തിന് അവിടെ തുടക്കം കുറിക്കുന്നത്. ടി.കെ. മാധവൻ 5 രൂപ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ആ സർട്ടിഫിക്കറ്റ് SNDP യോഗത്തിന്റെ മെമ്പർ ആകുന്നതിന് വേണ്ടി 5 രൂപയായിരുന്നു അതിന്റെ രജിസ്ട്രേഷൻ അംഗത്വ സർട്ടിഫിക്കറ്റ് എങ്കിൽ ടി.കെ. മാധവൻ വന്നതിന് ശേഷമാണ് അത് 1 രൂപ ആദ്യ ഗഡു അടച്ചുകൊണ്ട് തുടർന്നുള്ള 4 രൂപ ഗഡുക്കളായി അടയ്ക്കാമെന്നുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് കുട്ടനാട്ടിലും ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും കോട്ടയത്തുമായി ഒട്ടനവധി ആളുകളെ ഈ സംഘടനയിലേക്ക് ചേർത്ത് വെക്കുന്നത്. ഏറ്റവും പ്രസിദ്ധമായ കാര്യം, ഏറ്റവും പ്രശസ്തമായ കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥിരാംഗമായിട്ടുള്ള SNDP യോഗത്തിന്റെ അംഗത്വ സർട്ടിഫിക്കറ്റിലേക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ ഗുരുവിന്റെ ഒരു ചിത്രമുണ്ടായിരുന്നു എന്നുള്ളതാണ്.
ആലോചിച്ച് നോക്കണം. നമ്മൾ ഇന്നിപ്പോ നമ്മുടെ ഫോണുകളിലെല്ലാം ഏത് നിമിഷവും ഗുരുവിന്റെ ചിത്രം, വളരെ മനോഹരമായ ചിത്രം നമ്മുടെ കൈകളിലേക്ക് എപ്പോഴും ലഭ്യമാണ്. പക്ഷേ 1926 കാലഘട്ടങ്ങളിൽ, 1927 കാലഘട്ടങ്ങളിൽ ഗുരുവിന്റെ ഇത്തരത്തിലുള്ള ചിത്രം ഇത്രയധികം പ്രചരണത്തിലേക്കായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ 1 രൂപ കൊടുത്ത് ഈ സംഘടനയിലേക്ക് ചേരുമ്പോൾ അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഇതാ ഞാൻ ഈ 1 രൂപ കൊടുത്ത് ഈ മഹത്തായ സംഘടനയിലേക്ക് നാം അംഗമായി ചേരുമ്പോൾ എൻ്റെ വീട്ടിൽ സൂക്ഷിക്കുവാൻ എൻ്റെ ഗുരുവിന്റെ ഒരു ചിത്രം കൂടി അടങ്ങിയ ഒരു സർട്ടിഫിക്കറ്റാണ് എനിക്ക് ലഭിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോട് കൂടിയാണ് ഒട്ടനവധി ആളുകൾ ഈ സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി നിലവിളക്ക് കൊളുത്തി വെച്ചാണ് ആ സർട്ടിഫിക്കറ്റ് അവിടെ പരിപാലിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. SNDP യോഗത്തിന്റെ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. അങ്ങനെ കേവലം 1926-27 കാലഘട്ടങ്ങളിൽ ജനുവരിയിൽ വെച്ച് നടന്ന, ശിവഗിരിയിൽ വെച്ച് നടന്ന ഈ സമ്മേളനത്തിന്റെ കേവലം 1 വർഷത്തിന് ശേഷം 1928 ആകുമ്പോഴാണ് ജനുവരി മാസത്തില് ഇവിടെ ശിവഗിരി തീർത്ഥാടന അനുമതി നടക്കുന്ന അതേ ദിവസത്തോടനുബന്ധിച്ച് തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ 107 ശാഖകൾക്ക്, ഇവിടെ സജീവ് സാറ് പറഞ്ഞതുപോലെ 10 യൂണിയനുകളും 255 ശാഖകളുമായി 4000-ൽ താഴെ അംഗങ്ങൾ ഉണ്ടായിരുന്ന SNDP യോഗത്തെ കേവലം 1 വർഷത്തെ തന്റെ പ്രയത്നം കൊണ്ട് 60,000-ലധികം അംഗങ്ങളുള്ള സംഘടനയാക്കി മഹാനായ TK മാധവൻ മാറ്റി എന്നുള്ളതാണ്. ഇതാണ് സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള TK മാധവന്റെ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള SNDP യോഗത്തോട് ചേർന്ന് നിന്ന, സ്വത്വബോധത്തോടു കൂടി ചേർന്ന് നിന്നുള്ള, ആ സംഘടനാ ബോധത്തോടു കൂടി ചേർന്ന് നിന്നുള്ള ആ പ്രവർത്തനത്തിന്റെ ഏറ്റവും മികച്ച ഭാവം. അതിന്റെ തണലാണ് നമ്മൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. യോഗം എന്നുള്ള ആ ഒരു വിശ്വാസത്തെ, യോഗം എന്ന് പറയുന്ന ആ സംവിധാനത്തെ യൂണിയനും ശാഖയുമാക്കി മാറ്റുന്നതിന് പോലും TK മാധവന് നർമ്മം കലർന്ന മറുപടി ഉണ്ടായിരുന്നു. രസകരമായ കാര്യങ്ങളാണ് അതൊക്കെ പരിശോധിച്ചു കഴിയുമ്പോൾ. രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നത്? രാജാവ് സിംഹാസനത്തിൽ ഇരിക്കും, യോഗം ഒരു സിംഹാസനമാണ്. ഉപമയാണ് TK മാധവന്റെ. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കും, രാജാവിന് താഴെ ദിവാനുണ്ട്, ദിവാന് താഴെ പേഷ്കാറുണ്ട്, പേഷ്കാറിന് താഴെ നാട്ടുപ്രമാണിയുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു കാര്യം. നാട്ടുപ്രമാണി വഴി രാജാവ് ദിവാനിലേക്ക്, ദിവാനിൽ നിന്ന് പേഷ്കാറിലേക്ക്, പേഷ്കാരിൽ നിന്നും നാട്ടുപ്രമാണിയിൽ നിന്ന്, നാട്ടുപ്രമാണിയിൽ നിന്നും ജനങ്ങളിലേക്ക്. എത്ര സിമ്പിളായിട്ടാണ് രാജാവ് രാജ്യം ഭരിക്കുന്നത്. SNDP യോഗവും ഇനി അങ്ങനെ മതി. SNDP യോഗത്തിന് ഇനി യൂണിയൻ ഉണ്ടാവട്ടെ, യൂണിയന് ശാഖയുണ്ടാകട്ടെ, ശാഖയിൽ നിന്ന് ജനങ്ങൾ കാര്യങ്ങൾ അറിയട്ടെ, അംഗങ്ങൾ കാര്യങ്ങൾ അറിയട്ടെ. അതിനെ ഒന്നുകൂടി പരിപോഷിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ഇപ്പോ ശാഖയിൽ നിന്നും മൈക്രോ യൂണിറ്റുകൾ കൂടി ഉണ്ടാക്കിക്കൊണ്ട്, കുടുംബ യോഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, പ്രാർത്ഥനാ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഏറെ ആസ്വാദ്യകരമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം സുസജ്ജമാക്കുന്നതിന് വേണ്ടി ക്രമീകരണം ലഘൂകരിച്ച് പ്രവർത്തിച്ച് ഇപ്പോൾ നമ്മളെ മാതൃകാപരമായി കാണിച്ചു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ സുസജ്ജമായ സംവിധാനങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണ്ടി ഈ തണലേകിയ മഹാനായ TK മാധവന്റെ ഈ 96ാമത് സ്മൃതി ദിനത്തിൽ നമുക്കെല്ലാവർക്കും ഈ നാഗമ്പടത്തിന്റെ മണ്ണിൽ ഒത്തുകൂടുവാൻ സാധിച്ചത് തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യമായ അനുഗ്രഹം എന്നുകൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട്, ആ പെരുമഴക്കാലത്തിന് ശേഷം വന്ന ഒരു ചാറ്റൽ മഴയായിട്ട് മാത്രം ഇതിനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം TK മാധവന്റെ ഈ സ്മൃതി ദിനത്തിൽ ആ സ്മൃതി മണ്ഡപത്തിലേക്ക് മനസ്സുകൊണ്ട് നിറഞ്ഞ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.